ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ അവസാനവട്ട ഓട്ടത്തിലാണ് പാലക്കാട്ടെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ റോഡ് ഷോയിലാണ്. ഒരു ഓണത്തിന് നമ്മൾ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസാനവട്ട പാച്ചിലാണ്. ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ്. പ്രവർത്തകരും അത്രയും ആവേശത്തിലാണ്. അവർ ഒരു മിനിറ്റ് സമയം കിട്ടിയാൽ ആ സമയത്ത് അവരുടെ കൂടെ പ്രചരണത്തിന് ഇറങ്ങണം എന്നുള്ള അഭ്യർത്ഥനയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രവർത്തകരുടെ ആവേശത്തിനൊപ്പം മുന്നോട്ട് പോകുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. വിശ്രമത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പ്രചരണം നടത്തിയ ഒരു മണ്ഡലം. എല്ലാ താരപ്രചാരകരും പാലക്കാട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തവണ വലിയ ഒരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെ മണ്ഡലം സ്വന്തമാക്കി NDAയുടെ കയ്യിലേക്ക് എത്തിക്കാന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഇത്തവണ വിജയിക്കാൻ കഴിയുന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. അത് ഓരോ ദിവസത്തെ പ്രചരണവും മുന്നോട്ട് പോകുന്ന സമയത്തും കൂടുതൽ ആവേശമാണ്. ഇന്ന് കാലത്ത് ഇവിടെ വല്ലപ്പുഴയിൽ നിന്ന് പ്രചരണം തുടങ്ങുന്ന സമയത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും ഇത്തവണ ഞങ്ങളുടെ സാറ് പരിശോധിച്ചോളൂ, പോളിംഗ് ബൂത്തിലത്തെ വോട്ടിങ്ങിൻ്റെ ഇത് പരിശോധിച്ചോളൂ, ഞങ്ങളുടെ വോട്ട് സാർക്ക് ഈ ബൂത്തിൽ നിന്നുണ്ടാവുന്നുള്ള അങ്ങനെയുള്ള ഉറപ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് പോലും ലഭിക്കുന്ന രീതിയിലേക്ക് സാഹചര്യം മാറിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് NDAയുള്ള വിശ്വാസം വർദ്ധിച്ചു, മോദിജിയിലുള്ള വിശ്വാസം വർദ്ധിച്ചതിൻ്റെ തെളിവാണത്. ഇന്നലെ പ്രധാനമന്ത്രി വീണ്ടും പാലക്കാട്ടെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടൊരു കത്ത് കൃഷ്ണകുമാറിന് അയച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നത് ബൂത്ത് ലെവലിൽ വിജയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ്. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 5 റൗണ്ട് ഞങ്ങൾ പ്രചരണം ബൂത്ത് തലത്തിൽ നടത്തിക്കഴിഞ്ഞു. ബൂത്ത് തലത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനവും എല്ലാം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നിശബ്ദമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു പ്രചരണം തുടക്കം മുതൽ ഞങ്ങൾ അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. പ്രധാനമന്ത്രി പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ബൂത്ത് പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ച ലോക്സഭാ മണ്ഡലമാണ്. അത്രയേറെ പ്രധാനമന്ത്രി ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കുന്നതിന് അപ്പുറം ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. മണ്ഡലത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ ചോദ്യം ചോദിക്കുകയാണ്. ഇന്നലെ VK ശ്രീകണ്ഠൻ പറഞ്ഞത് അബദ്ധത്തിൽ BJPക്ക് കഴിഞ്ഞ തവണ കുറച്ച് വോട്ടുകൾ കൂടുതൽ കിട്ടി എന്നാണ്. ഇത്തവണ പക്ഷേ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 80,000 ഏകദേശം 1 ലക്ഷത്തിനടുത്ത് വോട്ടുകളാണ് കഴിഞ്ഞ തവണ കിട്ടിയത് BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇത്തവണയും വലിയ ഒരു വോട്ട് ഷെയർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. അബദ്ധത്തിൽ വിജയിച്ച ആൾ അങ്ങനെയല്ലേ പറയുള്ളൂ. ലോട്ടറി അടിച്ച പോലെ വിജയിച്ച ഒരാൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും വോട്ടിനെ സംബന്ധിച്ച് അതേ പറയാൻ സാഹചര്യമുള്ളൂ. ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം ആരാണ് കഴിഞ്ഞ തവണ അബദ്ധത്തിൽ വിജയിച്ചതെന്നും യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ആരാണ് വിജയിക്കുന്നതെന്ന് ഇത്തവണ അറിയാം. ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞങ്ങൾ പടിപടിയായിട്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഞങ്ങളുടെ സംഘടനാ സ്വാധീനം വർദ്ധിപ്പിച്ചു വരുന്ന സംഘടനയാണ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 19 ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ കഴിയും. ശ്രീകണ്ഠന്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള ഷൊർണൂരിൽ പോലും BJPയാണ് പ്രധാന പ്രതിപക്ഷം. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ ഒറ്റപ്പാലത്ത് ഞങ്ങളാണ് പ്രധാന പ്രതിപക്ഷം. അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രധാന പ്രതിപക്ഷം BJPയാണ്. സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു മാറ്റം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. ഈ അട്ടപ്പാടി പോലുള്ള ആദിവാസി വിഭാഗങ്ങളുള്ള മേഖലയിൽ പ്രധാനമന്ത്രിയുടെ ഫണ്ട് ഒരുപാട് ഉപയോഗിച്ചു. ഇപ്പോൾ പാലക്കാട് MP ഉൾപ്പെടെ പറയുന്നത് അത് അവരുടെ ശ്രമഫലമായി ഇവിടേക്ക് എത്തിച്ചതാണെന്നാണ്. അവിടെ എന്താണ് ഇപ്രാവശ്യം BJPയുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് അത്തരം മേഖലകളിൽ? നിങ്ങൾ അട്ടപ്പാടിയിലെ ഊരുകളിൽ പോയിട്ട് ഒന്ന് നേരിട്ട് കാര്യങ്ങൾ കാണണം. കുടിവെള്ള പദ്ധതി പോലും, ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പോലും കൃത്യമായിട്ട് നടപ്പാക്കാൻ കഴിയാത്ത ഏറ്റവും പരാജയപ്പെട്ട MP-യാണ്. ഊരുകളിലേക്കുള്ള റോഡുകൾ പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതിയിൽ പാതി വഴിയിൽ റോഡ് പണി നിർത്തി അവിടുന്ന് ഒരു ആദിവാസി യുവാവിനെ മുളയിൽ കെട്ടി ഹോസ്പിറ്റലിൽ എത്തിച്ച സമയത്ത് അയാളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയ MP-യാണ്. അട്ടപ്പാടിക്കോ പാലക്കാടിനോ വേണ്ടി ഒന്നും ചെയ്യാത്ത ആളാണ്. ഒരു പദ്ധതി പോലെ അടുത്തതിൽ എടുത്തു കാണിക്കാൻ പറ്റില്ല. ഗ്രീൻഫീൽഡ് ഹൈവേയും പിറ്റ് ലൈനൊക്കെ കേന്ദ്രം നേരിട്ട് തരുന്ന പദ്ധതികളാണ്. MP-ക്ക് എന്തായാലും റോള് വിവരമുള്ള ഒരാളും അത് എൻ്റെ പദ്ധതിയാണ് അല്ലെങ്കിൽ എൻ്റെ നേട്ടമായിട്ട് അത് പറയില്ല. CPM-ന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നോക്കുന്നു? CPM-ന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന മുൻ MP കൂടിയാണ് പാലക്കാട്. അതാണ് ഞങ്ങൾക്കുള്ള പ്ലസ് പോയിന്റ്. അദ്ദേഹം 89 മുതൽ 91 വരെ പാലക്കാടിൻ്റെ MP ആയിരുന്നു. അന്ന് പാലക്കാട്ടുകാർക്ക് അദ്ദേഹത്തിൽ നിന്നുള്ള ലഭിച്ച സേവനം എന്താണ്, പാലക്കാടിന് വേണ്ടി അദ്ദേഹം എന്താ ചെയ്തതെന്നുള്ളത് പാലക്കാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് ഒരാളെ വിലയിരുത്താനുള്ള അവസരം കിട്ടി. അതുകൊണ്ട് അതാണ് ഞങ്ങൾക്കുള്ള പ്ലസ് പോയിന്റ്. അദ്ദേഹത്തെ പരാജയമായിരുന്നു എന്നുള്ളത് പാലക്കാട്ടുകാര് നേരത്തെ തീരുമാനിച്ച ആളാണ്. എല്ലാ ഘടകങ്ങളും ഇത്തവണ അനുകൂലമാണ്. അതെ, തീർച്ചയായിട്ടും മോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം പാലക്കാടുണ്ട്.
കേരളത്തിലും ഉണ്ട്. പാലക്കാട് ആ തരംഗം ഇത്തവണ BJPയെ വിജയത്തിലേക്ക് എത്തിക്കും, NDA വിജയത്തിലേക്ക് എത്തിക്കും. എന്നാലും വലിയൊരു ആത്മവിശ്വാസമാണ് പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പങ്കുവെക്കുന്നത്. മോദി തരംഗം അത് പാലക്കാടും പ്രതിഫലിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ഈ അവസാനവട്ട പ്രചരണം നടത്തുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട്ടെ ഈ പട്ടാമ്പിക്കടുത്തുള്ള വെല്ലപ്പുഴയിലാണ്. ഇവിടെയാണ് ഇന്ന് BJPയുടെ അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ നടക്കുന്നത്. ഏതായാലും മറ്റന്നാൾ ഈ പരസ്യ പ്രചരണം അവസാനിക്കാനിരിക്കെ പാലക്കാട്ടെ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും ഈ അവസാനവട്ട ഓട്ടത്തിലാണ്. എത്രയും പെട്ടെന്ന് കൂടുതൽ ഈ വോട്ടർമാരെ കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.